വചനോദയം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാലിതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. വചന വിചിന്തനം. അടയാളം ആവശ്യപ്പെടുന്ന ജനത്തോട് പ്രതികരിക്കുകയും അവർക്ക് പുതിയ പഠനം നൽകുകയും ചെയ്യുന്ന യേശുവിനെയാണ് ഇന്നത്തെ വചനഭാഗങ്ങളിൽ ദർശിക്കുന്നത്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലുമുള്ള അടയാളങ്ങളും ജ്ഞാനവും തിരിച്ചറിയേണ്ടതിൻ്റെ പ്രാധാന്യമാണ് യോനായിലൂടെയും ദക്ഷിണദേശത്തെ രാജ്ഞിയിലൂടെയും പഠിപ്പിക്കുന്നത്. യേശു പകർന്നു നൽകിയ ആഴമേറിയ ആത്മീയ സത്യങ്ങൾ അനേകമുണ്ട്. യേശു പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും വർണ്ണനാതീതമാണ്. ഇവയൊന്നും ഉൾക്കൊള്ളാതെ ജീവിക്കുന്നത് യഥാർത്ഥ ജീവിതമല്ല എന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. മനസ്സില്ലാ മനസ്സോടെ ചെയ്യുന്ന യോനായുടെ ശുശ്രൂഷയിൽ നിന്നുമുയർന്ന മാനസാന്തരത്തേക്കാൾ യേശുവിൻ്റെ ശുശ്രൂഷ വളരെ വലുതാണ്, പ്രാധാന്യമുള്ളതാണ്. സോളമൻ്റെ ജ്ഞാനം ദക്ഷിണദേശത്തു നിന്നെത്തിയ രാജ്ഞിക്ക് തിരിച്ചറിവുകൾ നൽകിയതുപോലെ യേശു നമുക്ക് പകർന്നു നൽകിയ സത്യങ്ങൾ നാം തിരിച്ചറിയണം. ഇനിയെങ്കിലും അടയാളങ്ങൾ ആവശ്യപ്പെടുന്നതിനു പകരം യേശുവിൻ്റെ വചനങ്ങൾ ഗ്രഹിക്കാനും ആത്മീയത ധ്യാനിക്കുവാനുമുള്ള കൃപയ്ക്കുമായി പ്രാർത്ഥിക്കാം. സ്വീകാര്യമായ ഹൃദയത്തോടെ യേശുവിൻ്റെ ജീവിത പഠനങ്ങൾ ഗ്രഹിച്ച് മുന്നേറാം. നമ്മുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥ അനുതാപത്തോടും വിശ്വാസത്തോടും കൂടി ദൈവത്തിൻ്റെ സന്ദേശത്തോട് പ്രതികരിക്കുവാനുള്ള സന്നദ്ധത രൂപപ്പെടുത്താം. അസാധാരണമായ അടയാളങ്ങൾ നൽകുന്ന കെണിയിൽ വീഴാതിരിക്കാം.